സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. സെറിബ്രൽ പാൾസി, അതായത് തലച്ചോറുണ്ടാകുന്ന ഒരു അസുഖമാണ്. ഇത് ബാധിച്ച ഒരു ചെറുപ്പക്കാരൻ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതൊരു അത്ഭുതമാണ്, വലിയ കാര്യമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നാം പഠിക്കേണ്ടത്, നമ്മുടെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ പുതിയ തലമുറ പഠിക്കേണ്ടത് നിരന്തരമായ പരിശ്രമവും, ഒരു കുഞ്ഞു ഗ്യാപ്പ് പോലും ഇല്ലാതുള്ള പരിശ്രമവും ആത്മവിശ്വാസവും, ആ മനസ്സിനൊരു മാന്ദ്യം സംഭവിക്കാത്ത രീതിയിലുള്ള ആ ഒരു പ്രവർത്തനവുമൊക്കെ ഏത് വിഷയവും, നാം ആഗ്രഹിക്കുന്ന ഏത് വിഷയവും നമുക്ക് സാധ്യമാക്കാൻ കഴിയുമെന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത്. ഇപ്പോൾ ഒരു സിനിമയെ സംബന്ധിച്ച്, ഒരു സിനിമ സംവിധാനം ചെയ്യാൻ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ധാരാളം സഹായികളെ കിട്ടും. ഈ രംഗത്ത് താല്പര്യമുള്ള സഹായികളെ കൊണ്ട് ഇപ്പോൾ സംവിധായകന് തനിക്ക് വേണ്ടുന്ന വിഷയം ഛായാഗ്രാഹകനെയും എഡിറ്ററെയും അഭിനേതാക്കളെയും ഒക്കെ സൂചനകൾ നൽകിയാൽ മതി. ചില സംവിധായകർ അഭിനയിച്ച് കാണിക്കാറുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ സിനിമാ സംവിധാനം നമുക്കതിൻ്റെ ആ ഒരു വാസന, ആ ക്രാഫ്റ്റ് വഴങ്ങുമെങ്കിൽ, ആ കഠിന പരിശ്രമമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സാധ്യമാണ്. ഈ ചെറുപ്പക്കാരൻ അതിനൊരു ഉദാഹരണമാണ്. പുതിയ നമ്മുടെ ഇളം തലമുറയ്ക്ക് എക്കാലത്തെയും ഒരു മാതൃകയാണ്. ചെറിയ വിഷയങ്ങൾക്ക് പോലും മൂഡ് ഓഫ് ആവുകയും, ഇപ്പോൾ ഗൾഫിൽ പോകാൻ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഉത്സാഹിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രേമ നൈരാശ്യം പിടികൂടിയാൽ, അല്ലെങ്കിൽ ഉദ്ദേശിച്ച ജോലിയോ ഉദ്യോഗമോ ലഭിച്ചില്ലെങ്കിൽ, ഇത്തരം ചില്ലറ വിഷയങ്ങൾക്ക് ഒരു പരിശ്രമത്തിനും മുതിരാതെ നേരിട്ട് ഡയറക്റ്റായിട്ട് തന്നെ നാടുവിടാനും അല്ലെങ്കിൽ ആത്മഹത്യക്കുമൊക്കെ ശ്രമിക്കുന്ന എല്ലാവരുമെന്നല്ല, ഒരു പുതിയ തലമുറയാണ് ഇക്കാലത്ത് നാം ഒക്കെ കണ്ടിട്ടുള്ളത്. പത്രവാർത്തകളുടെയും സോഷ്യൽ മീഡിയയിലെ സംഭവങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങ് ജനറലൈസ് ചെയ്ത് പറയുകയാണെന്ന് കരുതരുത്. ഒരു കുഞ്ഞു വിഭാഗമെങ്കിലും പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് പോകുന്നു, തങ്ങളുടെ ഇഷ്ടം സാധിച്ചില്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ചെറുപ്പക്കാരനെ ഒരു മാതൃകയായി കാണുക ഇളം സമൂഹമേ. കാരണം നമുക്ക് കഠിന പരിശ്രമവും ഏകാഗ്രതയും ഉണ്ടെങ്കിൽ സാധിക്കാത്തതായി ഒന്നും തന്നെയില്ല. അതിന് നേരിയ ശാരീരിക വൈകല്യങ്ങളോ സമ്പത്തിൻ്റെ കുറവോ മറ്റ് ഒരു ഘടകങ്ങളും അതിലൊരു പ്രശ്നമല്ല എന്ന് ഈ ചെറുപ്പക്കാരൻ തെളിയിച്ചിരിക്കുന്നു. നിങ്ങളെപ്പോലെ എനിക്കും ഈ ചിത്രം കാണാൻ ആഗ്രഹമുണ്ട്. സാധിക്കുമെങ്കിൽ കാണാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു വലിയ വിഭാഗം ചെറുപ്പക്കാരുടെ ചിന്ത യാതൊരു ശ്രമവും കൂടാതെ കിട്ടേണ്ടത് തങ്ങളുടെ കൈവെള്ളയിൽ ഈശ്വരനോ പ്രകൃതിയോ എത്തിച്ച് നൽകും എന്നാണ് വലിയൊരു വിഭാഗം ചെറുപ്പക്കാരുടെ ചിന്ത എന്ന് തോന്നുന്നു. ഈ സംസാരിക്കുന്ന ഞാനും ഈ പറഞ്ഞ കാഴ്ചപ്പാടുകാരനാണ്. അതൊക്കെയാണ് ഞങ്ങളുടെ തലമുറയിൽ ഒരു കുഞ്ഞു വിഭാഗത്തിന് ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ നേടാൻ സാധിക്കാത്തത്. കാരണം ആരെങ്കിലും കൈവെള്ളയിൽ കൊണ്ടുതരും, അത് ഈശ്വരനോ പ്രകൃതി ശക്തിയോ എന്ന് ചിന്തിച്ച് ആ ഒരു ഭാവനാലോകത്തും സങ്കല്പലോകത്തും കഴിഞ്ഞതാണ് ഒരു ചെറിയ വിഭാഗം കഴിഞ്ഞ തലമുറയിലെ ചെറുപ്പക്കാർക്ക് പറ്റിയ പാളിച്ച.
അപ്പോൾ അതുപോലെ ഈ ചെറുപ്പക്കാരനെ മാതൃകയാക്കുക പുതിയ ഇളം തലമുറ. ഏതും നമുക്ക് സാധിക്കാവുന്നതേ ഉള്ളൂ. അതിനുള്ള പരിശ്രമം വേണം, ഉത്സാഹം വേണം, തളരാതുള്ള ആ ഒരു മാനസികമായൊരു ബലം വേണം. അപ്പോൾ പല ശ്രമങ്ങൾ നടത്തുക, എങ്കിൽ മാത്രമേ ഒരു വിജയത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. അതിന് ധാരാളം കഥകളും മറ്റും നമ്മുടെ പുരാണങ്ങളിലും ഗുണപാഠ കഥകളിലുമൊക്കെ ഉണ്ട്. ആ കഥ വിവരിച്ച് ഞാൻ നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുന്നില്ല, എന്നേക്കാളും നിങ്ങൾക്കത് അറിയുന്നതാണ്. അപ്പോൾ പുതിയ ഇന്നത്തെ ഇളം തലമുറ ഈ ചെറുപ്പക്കാരനെ ശ്രദ്ധിക്കുക, പ്രതികരിക്കുക സുഹൃത്തുക്കളെ. നന്ദി, നമസ്കാരം.